أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1027 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. صدق الله العظيم. സൂറത്തുൽ അംബിയയിലെ ആദ്യത്തെ 3 ആയത്തുകളാണ്, 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലവും ഇതിന്റെ ഉള്ളടക്കവും ഇതിന്റെ പേര് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ടായി. സൂറത്തുൽ അംബിയ വിശുദ്ധ ഖുർആനിലെ 21ാമത്തെ സൂറത്താണ്. 112 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഇത് അവതരിച്ചിട്ടുള്ളത് മക്കയിലാണ്. മക്കയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം, അതിന്റെ മക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമാവധി എത്തി നിൽക്കുന്ന, അവർക്കെതിരെയുള്ള നടപടിക്ക് സമയം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ഇതിനകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5-10 വർഷങ്ങൾ അവർക്കിടയിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് കഴിയുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അതിന്റെ സ്വാഭാവികമായ പ്രതികരണങ്ങളും എതിർപ്പും അതുപോലെ ശത്രുതയും ഒക്കെ ശക്തിപ്പെട്ടു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരായ സമൂഹത്തോട് താക്കീതിന്റെയും ശക്തമായ ഉണർത്തലിന്റെയൊക്കെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് എത്തിയിരിക്കുന്നത്. അവര് മക്കയിലെ ആളുകള് ഒരു കാരണവശാലും ഈ പ്രബോധനത്തിന് വേണ്ട വിധത്തിൽ ചെവിക്കൊടുക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക്, അതിനെ തുടർന്ന് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഉള്ള ഒരു സന്ദർഭത്തിലായിരിക്കണം ഈ സൂറത്ത് അവതരിച്ചിട്ടുണ്ടാവുക. നമ്മളത് വിശദമായിട്ട് കാണുകയുണ്ടായി. ഇന്ന് ഞാൻ പാരായണം ചെയ്തു വെച്ചിരിക്കുന്നത് ആദ്യത്തെ 3 ആയത്തുകളാണ്. നമുക്കതിന്റെ സൂചനകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും. ജനങ്ങൾക്ക് അവരുടെ വിചാരണയുടെ സമയം
അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിസാബിനുള്ള, അവരുടെ കണക്ക് ബോധിപ്പിക്കാനുള്ള, അവരുടെ വിചാരണക്കുള്ള സമയം വന്നെത്തിയിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ആ സമയം അടുത്തിരിക്കുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. ഇഖ്തറബ, ഖരീബ് എന്ന വാക്കുമായി ബന്ധമുള്ള ഒരു വാക്കാണ് ഇഖ്തറബ. ഖറുബ എന്ന വാക്കൊക്കെ ഇതിന്നുള്ള വരുന്ന വാക്ക് തന്നെയാണ്. അപ്പൊ ഇഖ്തറബ എന്ന് പറഞ്ഞാൽ അടുത്തെത്തി, സമീപസ്ഥമായി എന്നാണ് സൂചന. ഇഖ്തറബ ലിന്നാസ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സമീപസ്ഥമായി കഴിഞ്ഞു. ഹിസാബുഹും, അവരുടെ ഹിസാബ്, അവരുടെ വിചാരണ, അവർ അള്ളാഹുവിന്റെ മുന്നിൽ അവരുടെ ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല കണക്കും അതിന്റെ അക്കൗണ്ടബിലിറ്റി നിർവഹിക്കേണ്ട സമയമായിരിക്കുന്നു. അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ വഹും ഫി ഗഫലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങൾ അതിനുള്ള സന്നദ്ധതയിലൊന്നുമല്ല. ജനങ്ങൾ എങ്ങനെയാണ്? ഫി ഗഫലത്തിൻ മുഅ്രിദൂൻ, അവര് അശ്രദ്ധയിലാണ്, അതേപോലെ തന്നെ അവര് പുറംതിരിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിലുമാണുള്ളത്. വിചാരണയുടെ ആ സന്ദർഭത്തെ നേരിടാനുള്ള സന്നദ്ധതയോട് അതിനെ ഒരുങ്ങി അതിന് തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിലല്ല ജനങ്ങൾ. വിചാരണക്ക് അവരെ ഹാജരാക്കപ്പെടാൻ സമയമായിരിക്കുന്നു, പക്ഷേ ജനങ്ങള് അതിനെക്കുറിച്ച് അശ്രദ്ധരും അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരുമാണ്. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ല ഇസ്തമഊഹു വഹും യൽഅബൂൻ. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആ സമൂഹം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിനോട് പ്രതികരിക്കുന്ന ആ സ്വഭാവം, രീതി എന്താണ് എന്നത് വെളിപ്പെടുത്തുന്ന ഒരായത്താണിത്. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ, അവരിലേക്ക് ഒരു ഉണർത്തലും ഒരു ഉത്ബോധനവും ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ദിക്റും എത്തുന്നില്ല, വരുന്നില്ല. മുഹ്ദസിൻ, പുതിയതായിട്ടുള്ള യാതൊന്നും അവരിലേക്ക് പുതിയതായ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ഉത്ബോധനവും വരുന്നില്ല. ഇല്ലസ്തമഊഹു, അവര് അത് അലംഭാവത്തോടുകൂടി കേൾക്കുന്നവരായിക്കൊണ്ടല്ലാതെ. അവരെ കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നത് വഹും യൽഅബൂൻ, അവര് ഒരു വിനോദത്തിൽ ഏർപ്പെടുന്ന, കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഘടനയിൽ നിന്നുകൊണ്ടാണ്. അവരതിനെ ഗൗരവത്തിൽ കാണുന്നില്ല, അശ്രദ്ധയിലാണ് അവര് ഉള്ളത്. റബ്ബിൽ നിന്നുള്ള ഏത് പുതിയ ഉത്ബോധനവും വന്നെത്തുമ്പോഴും അവരത് വൈമനസ്യത്തോടെയാണ് കേൾക്കുന്നത്. അവരുടെ മനസാന്നിധ്യത്തോടെ, ശ്രദ്ധയോടെ അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാകുന്ന വിധത്തിലൊന്നുമല്ല. അവര് ഒരു വിനോദത്തിന്റെ അവസ്ഥയിലാണുള്ളത്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കളിയിലാണ്. അതുപോലെ അവരുടെ മനസ്സുകള് അശ്രദ്ധമാണ്. അവരുടെ മനസ്സുകളില് യഥാർത്ഥത്തില് ഈ കേൾക്കുന്ന ഉത്ബോധനത്തിന് ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. മറിച്ച് അവര് വഹും യൽഅബൂൻ എന്ന അവസ്ഥയാണ്. അവര് ഒരു വിനോദത്തിലും കളിയിലും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. ലാഹിയത്തൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, അവരുടെ മനസ്സുകള് മറ്റെന്തോ സംഗതിയില് അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ആസ്വാദനത്തിലോ ഒരു ആനന്ദം അനുഭവിക്കുന്നതിലോ ഒക്കെ അവരുടെ മനസ്സുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയാണ് അവരിത് കേൾക്കുന്നത്. ലാഹിയത്തൻ ഖുലൂബുഹും, അവരുടെ മനസ്സുകൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ പറയുന്ന, കേൾപ്പിക്കപ്പെടുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന വിധത്തിലല്ല അവരുടെ മനസ്സുകളുള്ളത്. മറിച്ച്
അവരുടെ മനസ്സുകൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്. ലാഹിയത്തൻ ഖുലൂബു, അതാണ് അവരുടെ അവസ്ഥ. അഫതഅ്തൂന സിഹ്റ, അതിന്റെ മുമ്പ് വഅസറുൻ നജ്വ അല്ലദീന ളലമു, അക്രമകാരികള്, സ്വന്തത്തോട് തന്നെ അധർമ്മം ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന ആളുകൾ പരസ്പരം രഹസ്യമായിട്ട് പറയുന്നത് ഇക്കാര്യമാണ്. അൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇയാള് നിങ്ങളൊക്കെ പോലെയുള്ള ഒരാളല്ലാതെ വേറെ വല്ലതുമാണ്. ഇതാണ് ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പരാമർശിച്ചുകൊണ്ട് ഈ അക്രമികൾ പരസ്പരം രഹസ്യം പറയുന്നത്, അടക്കം പറയുന്നത് ഇതാണ്: ഈ മനുഷ്യനിപ്പോ നമ്മൾ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കാൻ ഇയാള് നിങ്ങളൊക്കെ പോലെയുള്ള ഒരാള് എന്നതിനപ്പുറത്തേക്ക് വല്ലതുമാണോ? ഇതാണ് അവർ ചോദിക്കുന്നത്. അഫതഅ്തൂന സിഹ്റ വഅൻതും തുബ്സിറൂൻ, നിങ്ങള് കണ്ടുകൊണ്ടിരിക്കെ ഈ ആഭിചാരത്തെ നിങ്ങൾ സമീപിക്കുകയാണോ, അതിന് ചെന്നു കൊടുക്കുകയാണോ എന്നാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. അഫതഅ്തൂന സിഹ്റ വഅൻതും തുബ്സിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആ പ്രബോധിത സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്വാധീനം, അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങള്, അവരിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങൾ, അവരോട് ആശയ സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അവരെ എത്ര ആഴത്തിലാണ് സ്പർശിക്കുന്നത്, അവരുടെ ചിന്താമണ്ഡലത്തില് അവര് എത്രത്തോളമാണ് അതുകൊണ്ട് വെല്ലുവിളികൾ നേരിടുന്നത് എന്നതൊക്കെ ഈ ആയത്തിന്റെ സൂചനയിൽ വരുന്നുണ്ട്. അവരതിനെ മൊത്തമായിട്ട് വിവരിക്കുന്നത് അത് സിഹിറാണ് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഹിർ മാത്രമാണ്. അയാളുടെ ഈ ആഭിചാരത്തിന്റെ ഒരു പിൻബലത്തില് ജനങ്ങളെ വശീകരിക്കുന്ന വിധത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. ആഭിചാരകർ അങ്ങനെയാണ്, പഴയകാലത്തും ഇന്നും ഒക്കെ അങ്ങനെയാണ്. വളരെ വലിയ വാക്ചാതുരിയുള്ള, സംസാരിക്കുമ്പോൾ ആളുകളെ എളുപ്പത്തിൽ വശീകരിക്കാൻ കഴിയുന്ന, എന്നാൽ അതിന് പിൻബലമായ നന്മകളോ സത്യമൊന്നും അവരിൽ ഉണ്ടാവില്ല. ആളുകളെ എങ്ങനെ കയ്യിലെടുത്ത് സംസാരം കൊണ്ട്, വാക്കുകളെ കൊണ്ട് വിസ്മയിപ്പിച്ച് അവരെ കയ്യിലെടുത്ത് അങ്ങനെ അമ്മാനമാടാൻ സാഹിറുകൾക്ക് എല്ലാ കാലത്തും പ്രാഗൽഭ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നും സാഹിറുകളുടെ വിജയത്തിന്റെ വലിയ ഒരു ഘടകം അവരുടെ ഈ സംസാര വൈഭവമാണ്. ആളുകളെ വശീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ആഭിചാരകരുടെ, മാന്ത്രികരുടെ ഒക്കെ വിജയത്തിന്റെ ഒരു വലിയ അടിസ്ഥാനം. സംസാര വൈഭവം കുറഞ്ഞവര്, അതുപോലെ വാക്കുകള് ആവശ്യത്തിന് വേണ്ട വിധത്തിൽ അങ്ങനെ നിർഗളിച്ച് വരാത്ത സംസാര രീതിയുള്ള ആളുകളൊന്നും അതിൽ വിജയിച്ചോളണമെന്നില്ല. അപ്പൊ ആഭിചാരകരുടെ ഒരു വലിയ കരുത്ത് അങ്ങനെ വളരെ ആളുകളെ ആഴത്തിൽ സ്പർശിക്കാൻ കഴിയുന്ന വിധത്തില് സംസാരിക്കാൻ കഴിയുന്നു എന്നതാണ് അവരുടെ വലിയൊരു നേട്ടം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്നത് ആഭിചാരകരുടെ ഒരു തന്ത്രമാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടത്. ഇവര് ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓരോ കാര്യങ്ങൾ കേൾപ്പിക്കുമ്പോൾ അത് അവരുടെ ഹൃദയങ്ങളില് അങ്ങനെ ആഴത്തില് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അവർക്ക് പലരുടെയും കാര്യത്തില് അവർക്ക് മറിച്ചൊന്നും പറയാനില്ലാത്ത വിധത്തില് അവര് സ്തബ്ധരായി പോകുന്നുണ്ട്, ഉത്തരം മുട്ടുന്നുണ്ട്. ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഒരു മാന്ത്രികന്റെ, ആഭിചാരകന്റെ എന്തെങ്കിലും സിദ്ധിയല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ വാക്യങ്ങള്, ഈ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയ ഈ ഖുർആന്റെ വാക്യങ്ങള് അവരെ കേൾപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അത്രയും പൂർണ്ണതയുള്ള, അന്യൂനമായ, ഗംഭീരമായ വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
കേൾപ്പിക്കുന്നത് ജനങ്ങൾ. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേട്ടമോ സ്വന്തം നിലക്ക് പറയുന്ന കാര്യങ്ങളോ അല്ല. അതൊക്കെ ദൈവിക വചനങ്ങളാണ്, വെളിപ്പാടുകളാണ് എന്നതാണ് വസ്തുത. പക്ഷെ അവയെ ദൈവിക വചനങ്ങളായിട്ടോ വെളിപ്പാടുകളായിട്ടോ അംഗീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മുഹമ്മദ് കാണിക്കുന്ന ആഭിചാര വേലയാണ്. ജനങ്ങളെ വശീകരിക്കാൻ, അവരെ പാട്ടിലാക്കാൻ, അവരെ എളുപ്പത്തില് കയ്യിലെടുക്കാൻ മുഹമ്മദ് കാണിക്കുന്ന ആഭിചാര വേലയാണ് ഇതൊക്കെ എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ പ്രതികരണത്തെയാണ് അള്ളാഹു ഇവിടെ വിലയിരുത്തുന്നത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹു. ജനങ്ങൾക്ക് അവരുടെ വിചാരണയുടെ സമയം അടുത്തിരിക്കുന്നു. അവർ കണക്ക് ബോധിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു, അല്ലെങ്കിൽ ആ സമയം അടുത്തെത്തിയിരിക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. എന്നാൽ അതിനെക്കുറിച്ചുള്ള ബോധമുള്ളവരൊന്നും അല്ല അവര്. അവര് ഗഫലത്തിലാണ്, അവര് അശ്രദ്ധയിലാണ്, അവര് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലുമാണുള്ളത്. ഇതിനെ ഫേസ് ചെയ്യുന്ന, ഇതിനെ അഡ്രസ് ചെയ്യുന്ന ഒരു മനോഘടനയിലല്ല അവരുള്ള ജനങ്ങള്. അള്ളാഹുവിന്റെ മുന്നിൽ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുടെയും കണക്ക് ബോധിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയല്ല. അങ്ങനെ ഒരു സംഗതി വേണ്ടി വരും എന്നത് അവരുടെ വളരെ വിദൂരമായ ഭാവനയിൽ പോലും ഇല്ല. അവരതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. അതിനെ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും അത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ അവര് സന്നദ്ധരുമല്ല. അത് അവര് അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. എന്നിട്ട് അള്ളാഹു ഇപ്പോ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ അവസ്ഥ എന്താണെന്ന് സൂചിപ്പിക്കുകയാണ്. മായഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം. തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഉത്ബോധനവും ഇവർക്ക്, ഒരു ദിക്റും ഒരു ഉണർത്തലും ഒരു ഓർമ്മപ്പെടുത്തലും അവർക്ക് വരുന്നില്ല. മഹദസിൻ, മഹദസ് എന്ന് പറഞ്ഞാൽ പുതിയതായ എന്ന് പറഞ്ഞാൽ പൂർവിക വേദങ്ങളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഉത്ബോധനങ്ങളെ പോലെയുള്ള പുതിയ ഒരു ഉത്ബോധനം ജനങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നില്ല. ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ. അവര് അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിക്കൊണ്ട്. എങ്ങനെയാണ്? വഹും യൽഅബൂൻ. അവര് പല വിനോദങ്ങളിലും കളികളിലും ഒക്കെ ഏർപ്പെട്ടവരായിക്കൊണ്ട് മാത്രം. അപ്പോ വളരെ അലംഭാവത്തോടു കൂടി, അശ്രദ്ധയോടു കൂടിയുള്ള ഒരു കേൾക്കലാണ് അവര് ഈ മുഹദസായ ദിക്റിന്റെ കാര്യത്തിൽ അവർ ചെയ്യും. ഈ നൂതനമായ പുതിയ, അള്ളാഹു പുതിയതായിട്ട് അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിക്ർ വിശുദ്ധ ഖുർആനിലേക്കുള്ള ഒരു സൂചനയാണ്. ഈ കേൾപ്പിക്കപ്പെടുന്നത് അവര് കേൾക്കുന്ന, അവര് അലസമായിട്ടും കളിയിൽ ഏർപ്പെട്ടുകൊണ്ടും വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഒക്കെ ആയിട്ട് അവര് കേൾക്കുന്ന, ഭാഗികമായി മാത്രം അവര് ശ്രവിക്കുന്ന ഈ ദിക്ർ, അത് ഖുർആനാണ്. അവര് കേട്ടുകൊണ്ടിരിക്കുന്ന, അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ. അതാണ് അവരുടെ മുന്നിലുള്ള ഈ മുഹദസായ ദിക്ർ എന്ന് പറയുന്നത്. ഈ പുതിയ നൂതനമായ ഈ ഉണർത്തൽ, ഈ ഓർമ്മപ്പെടുത്തൽ. അത് എങ്ങനെയാണ് അവർ കേൾക്കുന്നത്? വളരെ അശ്രദ്ധയിലായിക്കൊണ്ട്, വേറെ പലതിലും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, കളിയിലും വിനോദത്തിലും ആയിക്കൊണ്ടാണ് അവരതിനെ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ കളിയും വിനോദവും അത് അങ്ങനെയുള്ള സംഗതികളിൽ ഏർപ്പെട്ടുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഖുർആൻ. ഖുർആൻ മനുഷ്യനെ സകലവിധ അശ്രദ്ധകളിൽ നിന്നും തട്ടിയുണർത്തി കർമ്മോത്സുകരാക്കി മാറ്റുന്ന ഒരു ദിക്റാണ്. അതിനോട് അങ്ങനെ ഭാഗികമായി അത് ശ്രവിക്കുക, എന്നിട്ട് അതിനോട് വളരെ അലംഭാവത്തോടു കൂടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കുക, ഇതൊന്നും പറ്റുന്ന, അതിനൊന്നും യോജിച്ച ഒരു ദിക്റല്ല ഖുർആൻ. ഖുർആൻ കേൾക്കുന്ന മാത്രയിൽ മനസാന്നിധ്യത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകള്, അവര് ആത്മാർത്ഥതയുള്ള ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് അവരിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കും. അതവരെ വളരെ സജീവമായി കർമ്മരംഗത്ത് ഇറങ്ങാൻ അവർക്ക് പ്രേരണയായിട്ട് മാറും. പക്ഷെ ഈ ആളുകള്
അത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ പുതിയ ഉണർത്തൽ, ഈ വിശുദ്ധ ഖുർആൻ അതിന്റെ എല്ലാ ഭാഗങ്ങളും അടങ്ങിയിട്ടുള്ള അതിന്റെ പൂർണ്ണതയോടുകൂടിയുള്ള ഖുർആൻ അത് അവര് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, അവര് കളി വിനോദങ്ങളിലൊക്കെ ആയിക്കൊണ്ട് മാത്രമാണ് അവരതിനെ കേൾക്കുന്നത്. ലാഹിയതൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണ്, വേറെ എന്തോ ഒരു സംഗതിയില് അല്ലെങ്കിൽ വേറെ പല സംഗതികളിലുമായിട്ട് അഭിരമിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അവരുടെ മനസ്സും ഹൃദയവും ഒന്നും തന്നെ അതിന്റെ സാന്നിധ്യം ഇവിടെ കാണിക്കുന്നില്ല. മനസ്സെവിടെയോ ആണ്, വേറെ പലതിലും ഉടക്കി കിടക്കുകയാണ് അവരുടെ മനസ്സുകൾ. വസറു നജ്വല്ലദീന ളലമു, എന്നിട്ട് ഈ ദ്രോഹികൾ, ഈ അക്രമികൾ, അത് ഖുർആനെ വളരെ ലാഘവത്തോടുകൂടി കളിതമാശയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. അല്ലദീന ളലമു, ഈ ളുൽമ ചെയ്യുന്നത് പലരോടുമാണ്, സ്വന്തത്തോട്, അള്ളാഹുവിനോട്, അതുപോലെ സഹജീവികളോട്, സഹസൃഷ്ടികളോട് ഒക്കെ ദ്രോഹം ചെയ്യുന്നവരായിക്കൊണ്ട് നിലകൊള്ളുന്ന ഈ ആളുകൾ ഒരിക്കലും തന്നെ അവര് ശരിയായ നിലപാട് എല്ലാറ്റിനോടും സ്വീകരിക്കുന്നവരല്ല. അള്ളാഹുവിനോട് ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരല്ല. സ്വന്തം കാര്യത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുത്തവരല്ല. സ്വാഭാവികമായിട്ടും സഹസൃഷ്ടികളോടും സഹജീവികളോടും ഒക്കെ തന്നെ അവർക്ക് ശരിയായ നിലപാട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ അക്രമികൾ, ഈ ദ്രോഹികൾ, അവര് പരസ്പരം രഹസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്: അൽ ഹാദ ഇല്ല ബശറും മിസ്ലുക്കും, ഇയാൾക്ക് എന്തിനാ ഇപ്പൊ നമ്മൾ വലിയൊരു പ്രാധാന്യം കൽപ്പിക്കുന്നത്? ഇയാള് നിങ്ങളുടെയൊക്കെ പോലെയുള്ള ഒരാള് മാത്രല്ലേ, വെറും ഒരു മനുഷ്യനല്ലേ. അയാളുടെ ഒരു പ്രത്യേകത, അയാൾ വശ്യമായി സംസാരിക്കുന്നു, ആളുകളെ വശീകരിക്കുന്ന വിധത്തില് സംസാരിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇയാൾക്ക് ആകെയുള്ള ഒരു പ്രത്യേകത. അതെന്താ ഇപ്പൊ സംഗതി? അത് വെറും ആഭിചാരം മാത്രമാണ്, അത് വെറും അയാളുടെ മാന്ത്രികത മാത്രമാണ് എന്നാണ് ഈ ആളുകൾ പരസ്പരം പറയുന്നത്. അതിന്റെ പേരിൽ ഇയാൾക്ക് എന്തിനാണ് ഇത്ര വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് എന്നതാണ് അവര് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നിട്ട് അൽ ഹാദ ഇല്ല ബശറും മിസ്ലുക്കും, നിങ്ങളൊക്കെ പോലെയുള്ള ഒരാള് എന്നതിനപ്പുറത്തേക്ക് ഇയാൾ വല്ലതുമാണ്. അഫതഅതൂന സിഹ്റ വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇയാളുടെ സിഹറിൽ ചെന്ന് വീഴുകയാണോ എന്നാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. അപ്പൊ അവർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം ആഭിചാരം മാത്രമാണ്. അത് ഒരു മാന്ത്രിക വിദ്യ മാത്രമാണ്. ഒരു സാഹിർ കാണിക്കുന്ന അതിപ്രഗത്ഭമായ സംസാര വൈഭവവും ആളുകളെ വശീകരിക്കാനുള്ള കഴിവും മാത്രമാണ് ഇയാൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ എത്ര കണ്ടു? എത്ര ആളുകള് ഈ മുഹമ്മദിന്റെ വശീകരണത്തിൽ പെട്ടിട്ട് ഈ സിഹിറിന്റെ, ഈ ആഭിചാരത്തിന്റെ പിടിയിലായി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇനിയും അയാളുടെ സിഹിറിൽ പോയി ചെന്ന് വീഴാൻ ഒരുങ്ങി നിൽക്കുകയാണോ എന്നാണ് മക്കയിലെ ആളുകൾ പരസ്പരം ചോദിക്കുന്നത്. നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച ആ അസാധാരണത്വമുള്ള വാക്യങ്ങളുടെ, അല്ലെങ്കിൽ ആ ഭാഷണത്തിന്റെ ആ വശ്യതയില്, ആകർഷണീയതയില് ആകൃഷ്ടനായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശ്വാസ പാതയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇതുപോലെ എത്രയോ ആളുകൾ മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വചനങ്ങളിൽ ആകൃഷ്ടരായിട്ട് സത്യദീനിലേക്ക് വന്നിട്ടുണ്ട്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു വശീകരിക്കലാണ്. സിഹിറിന്റെ പിൻബലത്തില്, ആഭിചാരത്തിന്റെയും മാന്ത്രിക വിദ്യയുടെ ഒക്കെ പിൻബലത്തില് ആളുകളെ വളരെ എളുപ്പത്തിൽ വശീകരിച്ച് പാട്ടിലാക്കുകയാണ് എന്നാണ് ഈ ആളുകൾ സങ്കല്പിക്കുന്നത്. അപ്പോ ഈ സംഭവങ്ങൾ, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ഇതൊക്കെ കണ്ടും
നിരീക്ഷിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഈ സിഹിറിന്റെ പുറകിൽ, ഈ ആഭിചാരത്തിന്റെ, ഈ മാന്ത്രിക വിദ്യയുടെ പുറകെ തന്നെ പോവുകയാണോ എന്നാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ലേ? ഇയാൾക്ക് മാന്ത്രിക വിദ്യ അറിയാം എന്നതല്ലാത്ത, ആളുകളെ വശീകരിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ അറിയാം എന്നതല്ലാത്ത എന്ത് പ്രത്യേകതയാണുള്ളത്? എന്നിട്ട് ഇയാളുടെ വശ്യമായ ഈ മാന്ത്രികമായ ഭാഷണം കേട്ട് പലരും അതിൽ അകപ്പെട്ടത് നിങ്ങളൊക്കെ കണ്ടതല്ലേ? എന്നിട്ടും നിങ്ങൾ അതിൽ പോയി ചെന്ന് ചാടിക്കൊടുക്കുകയാണോ, ചെന്ന് വീഴുകയാണോ എന്നാണ് ഈ ആളുകള്, സ്വന്തത്തോട് അധർമ്മം ചെയ്തുകൊണ്ടിരുന്ന ഈ ലാലിമുകള് പരസ്പരം ചോദിക്കുകയുണ്ടായത്. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഈ ആയത്തുകളിൽ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അന്ത്യസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സമീപസ്ഥമാണ്. മനുഷ്യന്റെ ചരിത്രം, അതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം സാഴത്തിനോട് ഏറ്റവും അടുത്തൊരു ഘട്ടത്തിലാണ് നടക്കുന്നത് എന്നത് കാണാൻ കഴിയും. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ബുഇസ്തു അന വസ്സാഅത്തൈൻ എന്നാണ്. രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും അന്ത്യസമയവും, ഞാനും വിചാരണയുടെ നാളും ഈ വിധത്തിലാണ് എന്ന നിലക്കാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ട് വിരലുകൾ ചേർന്ന് നിൽക്കുന്ന രണ്ട് വിരലുകൾ, ഈ വിരലുകളെ കാണിച്ചുകൊണ്ട്, ഉയർത്തി കാണിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അന്ത്യസമയവും ഞാനും ഇത്രയും അടുപ്പമുള്ള വിധത്തിലാണ്, അങ്ങനെയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോ പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രവും പരിശോധിക്കുമ്പോൾ മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമുഖത്തെ അള്ളാഹു അനുവദിച്ച കാലഘട്ടത്തിലെ ഏറ്റവും അവസാന ഘട്ടത്തില് അന്ത്യപ്രവാചകനായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് സാഴത്ത്, അതുപോലെ ഹിസാബ് വളരെ അടുത്തെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ കാലമൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ മനുഷ്യരാശിയെ പരിശോധിക്കുമ്പോൾ, അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അതിന്റെ നാഗരികതയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അത്രയും സമീപസ്ഥമാണ് ഈ വിചാരണയുടെ സമയം. എന്നാലും മനുഷ്യര് ഇതേക്കുറിച്ച് എന്തെങ്കിലും ബോധമുള്ള വിധത്തില് അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യത്തിനെ കുറിച്ച് ഒരു ധാരണയുള്ള വിധത്തിലല്ല അവര് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരതിനെക്കുറിച്ച് വളരെ അശ്രദ്ധരാണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം മറ്റൊരു പ്രവാചകൻ വരാനില്ല, മറ്റൊരു വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടാനില്ല. അപ്പോ മനുഷ്യനെ രക്ഷ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ഈ ദൗത്യ നിർവഹണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉത്ബോധനത്തിന് ചെവിക്കൊടുക്കുക മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഒരു പോംവഴി. എന്നാൽ അതിനൊന്നും വേണ്ട ശ്രദ്ധ കൊടുക്കാത്ത നിലക്കാണ് ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഒരു വിനോദത്തിൽ ഏർപ്പെട്ട വിധത്തിലാണുള്ളത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഉണർത്തലിന്റെ കാര്യത്തില്, പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല്, ഇതിലൊക്കെ തന്നെ ജനങ്ങള് അശ്രദ്ധരായിക്കൊണ്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട അവസ്ഥയാണ് അവർക്കുള്ളത്. അവര് മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അവരൊരു കളിതമാശയായിട്ടാണ് എടുക്കുന്നത്. അവര് സ്വന്തം നിലക്ക് തന്നെ വിനോദങ്ങളിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വയ്ക്കുന്ന ഈ സന്ദേശം, അതിനോട് അവരൊരു തമാശക്കളിയാണ്, അവരുടെ ഒരു നയം അല്ലെങ്കിൽ നിലപാട് എന്നുള്ള നിലക്ക് സ്വീകരിക്കുന്നത്. അപ്പൊ ഇവര്, ഈ ആളുകൾ പരസ്പരം പറയുന്നത് ഇയാൾ വെറും ഒരു മാന്ത്രികൻ മാത്രാണ്, ഒരു ആഭിചാരകൻ മാത്രാണ്. ഈ ആഭിചാരകന്റെ സംസാരം നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളെ വശീകരിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉള്ളത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇത് സിഹറാണ്
ഇത് ആഭിചാര വൃത്തിയാണ് എന്നത് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ അതിൽ ചെന്ന് വീഴുന്നത് എന്നതാണ് അവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വ്യത്യസ്തതയുള്ളത്? ഇയാള് നമ്മളെ പോലെ തിന്നുന്നു, കുടിക്കുന്നു, മനുഷ്യന്റെ സാധാരണയായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങാടികളിലൂടെ നടക്കുന്നു, സാധാരണ ആളുകൾ നടത്താറുള്ള വിധത്തിലുള്ള കൊള്ളക്കൊടുക്കുകളൊക്കെ നടത്തുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാധാരണ മനുഷ്യനല്ലാതെ ഇയാൾ എന്താണുള്ളത്? ഇയാൾക്ക് വ്യത്യസ്തനാക്കുന്ന വിധത്തിലുള്ളത് ഈ സംസാര വൈഭവം അല്ലാതെ വേറെ എന്തുണ്ട് എന്നതാണ് അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സംസാര വൈഭവം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല. അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളാണ് കേൾപ്പിക്കപ്പെടുന്നത് എന്നതാണ് വസ്തുത. ഒരു സംഭവം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഉത്ബയോട് ഖുറൈശികള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി വാഗ്വാദം നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് അയാള് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്. മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് വേണ്ടത്? അധികാരം വേണമെങ്കിൽ ഞങ്ങൾ അധികാരം തരാം. പദവി, സ്ഥാനവും രാജ്യത്വവും ഒക്കെയാണ് വേണ്ടതെങ്കിൽ അതിന് സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്യാം. സമ്പത്താണ് വേണ്ടതെങ്കിൽ താങ്കളെ സമ്പന്നനാക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തെ, അദ്ദേഹത്തിന്റെ സന്ദേശത്തെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു താല്പര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തന്ത്രം മാത്രമാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന നിലക്ക് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സൂറത്തു സജ്ജദ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. അങ്ങനെ സൂറത്തു സജ്ജദയില് അവസാനം ഒരു 10-30 ആയത്തുകൾ ഓതി കേൾപ്പിച്ച ആ ഘട്ടത്തില് അവസാനമായിട്ട് കേൾപ്പിക്കുന്ന വാചകം ഫൈൻ അഅറദു ഫഖുൽ അൻദർതുക്കും സായിഖത്തൻ മിത്ല സായിഖത്തി ആദിം വസമൂദ് എന്ന ഒരു ആയത്തിലെത്തിയപ്പോ ഋതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തിപ്പിടിക്കുകയായിരുന്നു. മുഹമ്മദ്, നിന്റെ ആളുകളോട് ഒരല്പം കരുണ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വായ പൊത്തിപ്പിടിക്കുകയായിരുന്നു. ആ വാചകത്തിന്റെ അർത്ഥം ഫൈൻ അഅറദു, ഈ ആളുകൾ ഇതൊക്കെ കേൾപ്പിച്ചിട്ടും പിന്തിരിഞ്ഞു പൊയ്ക്കളയുകയാണെങ്കിൽ പ്രവാചകരെ ഫഖുൽ, അവരോട് പറയുക, അൻദർതുക്കും സായിഖത്തൻ മിത്ല സായിഖത്തി ആദിം വസമൂദ്, ആദിനെയും സമൂദിനെയും നശിപ്പിച്ച ആ ഘോര ശബ്ദം അല്ലെങ്കിൽ ആ വിപത്ത്, ആ വിപത്ത് നിങ്ങളെയും അത് സംബന്ധമായിട്ട് ഞാൻ താക്കീത് ചെയ്തിരിക്കുന്നു എന്ന് പറയാനാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആയത്തിൽ ആവശ്യപ്പെടുന്നത്. അതിന്റെ നേരിട്ടുള്ള സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ താക്കീത് കേട്ടിട്ടും അത് ലാഘവത്തോടു കൂടി അതിനെ കാണുകയും അതിനെ കളിതമാശയായിട്ടാണ് ഇവർ പ്രതികരിക്കുകയും ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആദ് സമൂദ് വിഭാഗങ്ങളെ പിടികൂടിയ ആ വിപത്ത്, സമാനമായ ഒരു വിപത്ത് ഇവരെയും പിടികൂടും എന്ന താക്കീതാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോ ഇത് കേട്ട് ഉത്ബ ആകെ വിരണ്ടുപോയി, മുഖം വിവർണമായി. അദ്ദേഹത്തിന് അതിപ്പോ തലക്ക് മീതെ വന്ന് വീഴാനുള്ള ഒരു വിപത്താണ് എന്ന വിധത്തിലുള്ള ഒരു തോന്നലാണ് ഉണ്ടാവുന്നത്. അതിന്റെ ആ ഇമ്പാക്റ്റിൽ അദ്ദേഹം വെപ്രാളപ്പെട്ടുകൊണ്ട് തന്റെ ജനതയോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തിപ്പിടിക്കുകയായിരുന്നു. ഇനിയൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് എന്നാണ് അദ്ദേഹം കാണിക്കുന്ന ഒരു നിലപാട്. എന്തായാലും ഈ കാര്യം ഉത്ബ ഖുറൈശി നേതാക്കന്മാരുടെ അടുക്കലേക്ക് തിരികെ ചെന്നുകൊണ്ട് പറയുന്നത്, നിങ്ങള് മുഹമ്മദിനെ ദ്രോഹിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു കളയും, അയാളെ അയാളുടെ പാട്ടിന് വിടുന്നതാണ് നല്ലത്. ഇയാള് അറബികളെ ഇയാള് കീഴടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്കൊരു പ്രതാപമാണ് ഉണ്ടായി വരാൻ പോകുന്നത്. അതല്ല, അറബികളല്ലാത്ത ആരെങ്കിലും ഇയാളെ വകവരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇയാളെ കഥ കഴിക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാകുകയും ചെയ്യും.
അതുകൊണ്ട് ഇയാളോട് വല്ലാതെ അടുക്കാതിരിക്കുകയാണ് നല്ലത്, അയാൾ അയാളുടെ പാട്ടിന് വിടുകയാണ് നല്ലത് എന്നാണ് ഉത്ബ വന്ന് പറയുന്നത്. അപ്പോ ഖുറൈശികള് ചോദിക്കുന്നത് മുഹമ്മദിന്റെ സിഹറില് ഉത്ബയും പെട്ടുപോയോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സിഹറിന്റെ ഇമ്പാക്റ്റ് ആയിരുന്നില്ല. അള്ളാഹുവിന്റെ ആയാത്തുകള് അതിന്റെ ഘനഗാംഭീര്യമുള്ളമായ അവസ്ഥയിൽ അതിന്റെ ഗൗരവവും പ്രാധാന്യവും ഒക്കെ ഉള്ള വിധത്തിൽ കേൾപ്പിക്കപ്പെട്ടപ്പോ ഋതുബക്ക് അതിനെ അവഗണിക്കാൻ പറ്റുന്നില്ല. ഋതുബയുടെ ഭാഷയിലാണ് അതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ഋതുബക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമായുള്ള ഭൂപ്രദേശത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ ഉള്ളതാണ്. അത് കേട്ടതോടുകൂടി ഇവിടെ ഇപ്പോ ഇത് യാഥാർത്ഥ്യമായി പുലരും എന്ന വിധത്തിലുള്ള ഒരു ഭീതിയാണ് ഋതുബയില് അത് ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അവഗണിക്കാൻ പറ്റാത്ത വിധത്തില് അതിന്റെ ഒരു പിടുത്തത്തിലായി പോവുകയാണ് ഋതുബ. ഇത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു അനുഭവമാണ്. അത് സിഹറിന്റെ സ്വാധീനമല്ല. പക്ഷെ ഈ ആളുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത വശീകരണമാണ്, അദ്ദേഹത്തിന്റെ സംസാര വൈഭവം കൊണ്ട് അദ്ദേഹം കയ്യിലെടുത്തതാണ് എന്നൊക്കെയുള്ള നിലക്കാണ് അവരതിനെ പരാമർശിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഖുർആൻ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. വേറെ ഒരു സംഭവം നമ്മളുടെ ശ്രദ്ധയിൽ വരേണ്ടത്, അനാശ് ഗോത്രത്തിൽപ്പെട്ട ഒരാള് മക്കയില് കുറച്ച് ഒട്ടകങ്ങളുമായിട്ട് വന്നു. അതിനെ വിൽപ്പന ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അബൂജഹല് ആ ഒട്ടകങ്ങളെ വില പറഞ്ഞു വാങ്ങി. എന്നിട്ട് ഒട്ടകങ്ങളെ ഏറ്റുവാങ്ങി. പക്ഷെ അബൂജഹല് പണം കൊടുക്കുന്നില്ല. അതിന്റെ പണം കൊടുക്കാൻ കൂട്ടാക്കാതെ ഒട്ടകങ്ങളായിട്ട് അബൂജഹല് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ അനാശ് ഗോത്രക്കാരനായ ഒട്ടകങ്ങളെ വിൽക്കാൻ വേണ്ടി വന്ന ആൾക്ക് വലിയ വിഷമായി. അയാള് ഖുറൈശി നേതാക്കന്മാരോട് അയാളുടെ വിഷമം അവതരിപ്പിച്ചു. അവരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ മക്കയില് മസ്ജിദുൽ ഹറാമിന്റെ കഅബയുടെ പരിസരത്ത് ഇരിക്കുന്ന ഒത്തുകൂടിയിരുന്ന ഖുറൈശി നേതാക്കന്മാരുടെ അടുക്കല് അയാൾ വന്ന് പരാതി പറഞ്ഞപ്പോ അവര് കൈമലർത്തുകയാണ് ചെയ്യുന്നത്. അബൂജഹല് തന്റെ ഒട്ടകങ്ങളൊക്കെ കൈക്കലാക്കുകയും അതിന്റെ പണം തരാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോ അവരാരും സഹായിക്കാൻ വേണ്ടി സന്നദ്ധരാവുന്നില്ല. അവര് കൈമലർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു തമാശ എന്നുള്ള നിലക്ക് അവര് പറഞ്ഞു, അതാ അവിടെ ആ മൂലയില് ഒരാൾ ഇരിക്കുന്ന കണ്ടില്ലേ, മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്, നീ അയാളോട് പോയി പറഞ്ഞു, അയാൾ അതൊക്കെ ശരിയാക്കി തരും എന്ന് ഇവര് തമാശക്കാണ് പറഞ്ഞത്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ അനാശ് ഗോത്രക്കാരൻ വേഗം പോയിട്ട് പരാതി ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തമാശക്ക് പറഞ്ഞതാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളുണ്ട് എന്നത്, അങ്ങനെ അയാള് എന്റെ കാര്യത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷയാണ് അത് നൽകിയത്. അയാൾ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ കൈ പിടിച്ച് നേരെ അബൂജഹലിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഖുറൈശി നേതാക്കന്മാരൊക്കെ പുറകെ കൂടുകയാണ്. എന്താണ് ഇപ്പൊ മുഹമ്മദ് ചെയ്യാൻ പോകുന്നത്? മുഹമ്മദിനോട് പ്രതികരിച്ചുകൊണ്ട് അബൂജഹൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടി അവര് പിന്നാലെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കയറി ചെന്ന് അബൂജഹലിന്റെ വീട്ടില് കയറി ചെന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് കൊടുക്കാനുള്ള പണം കൊടുക്കണം. അങ്ങനെ വളരെ പരിമിതമായ വാക്കുകളിൽ ഒരു കൽപ്പന നടത്തുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് വിറളി വിരണ്ടുപോയ അല്ലെങ്കിൽ പതറിപ്പോയ അബൂജഹല് തിരിച്ചൊന്നും പറയാതെ നേരെ വീട്ടിനകത്ത് പോയി പണം എടുത്തുകൊണ്ടുവന്ന് ആ അനാശ് ഗോത്രക്കാരന് അയാളോട് വാങ്ങിയ ഒട്ടകത്തിന്റെ വില വേഗം നൽകി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവം. അപ്പൊ ഇത് കണ്ടു നിന്ന ഖുറൈശികൾക്ക് വലിയ അത്ഭുതമായത്. അബൂജഹല് നബിയോട് വലിയ ശത്രുതയും അതുപോലെ പകയൊക്കെ കാണിച്ചിരുന്ന ഒരാള് ഈ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ട് അനുസരിക്കുന്ന ഒരാളായി മാറിയത് എങ്ങനെ? അയാളെയും സിഹ്റ് ബാധിച്ചോ എന്നതാണ് അവരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം. അപ്പോ അവര് അബൂജഹലിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അബൂജഹൽ പറയുന്ന ഒരു കാര്യം, മുഹമ്മദ് വന്ന് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മറ്റൊന്നും ആലോചിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നെ ഒരു ഭീതി പിടികൂടുകയായിരുന്നു.
മുഹമ്മദിന്റെ തോളത്ത് എന്തോ എന്റെ മേല് ചാടി വീഴാൻ ഇരിക്കുന്ന രണ്ട് സിംഹങ്ങൾ ഉണ്ടായിരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, അദ്ദേഹം സംസാരത്തിൽ കാണിച്ചിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ഒരു പ്രത്യേകത, അദ്ദേഹം അവരെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിരുന്ന ദൈവിക വചനങ്ങളുടെ വശ്യത, ഇതൊക്കെ കാരണമായിട്ട് സത്യസന്ധതയുള്ള ആളുകളിൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു എന്നതാണ് വസ്തുത. പക്ഷെ മക്കയിലെ ഈ പ്രമാണിമാരെ സംബന്ധിച്ചിടത്തോളം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചുകൊണ്ടിരിക്കുന്ന സിഹിറാണ്, ആഭിചാരമാണ്, ജനങ്ങളെ എളുപ്പത്തിൽ വശീകരിക്കാൻ കാണിക്കുന്ന ഒരു മാന്ത്രിക വിദ്യ മാത്രമാണ് എന്ന നിലക്കാണ് അവരതിനെ നോക്കിക്കാണുകയുണ്ടായത്. അതുകൊണ്ടാണ് ഇതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ അവരോട് ഈ കാര്യം ഉന്നയിക്കുന്നത്. അവര് എടുക്കുന്ന നിലപാടുകൾ കാരണമായിട്ട് അള്ളാഹു അവരെ വിവരിക്കുന്നത് അല്ലദീന വലമു എന്നാണ്. അക്രമം ചെയ്തവർ അല്ലെങ്കിൽ അക്രമികൾ, ആത്മദ്രോഹികൾ എന്നൊക്കെയുള്ള വിധത്തിലാണ് അവരെ കുറിച്ച് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോ ഈ ആളുകൾ പരസ്പരം ചോദിച്ച കാര്യം അഫതൂന സിഹ്റ വ അൻതും തുബ്സിറൂൻ, നിങ്ങൾ നോക്കിയിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കെ ഈ സിഹിറിൽ ചെന്ന് വീഴുക തന്നെയാണോ എന്നാണ് അവര് പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അംബിയയിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.